Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, நம்ம சேனல்ல ரொம்ப நாளா ரெக்வெஸ்ட் வந்துட்டு இருக்க ஒரு ஹாரர் காமெடி மூவி பார்க்க போறோம். மூவியோட நேம் வந்து ரோமாஞ்சம். பூதகாலம் வேற பார்த்திருந்தான்ல, அப்பத்துல இருந்தே கேட்டுட்டு இருக்காங்க. அதுக்கு முன்னாடி இருந்தே கேட்டுட்டு இருக்காங்கன்னு நினைக்கிறேன். ரொம்ப நாளா நம்ம காமெடி ஜானர், அப்புறமேட்டு ஒரு எமோஷனல் டிராமா இப்படி பார்த்துட்டோம். இப்போ ஒரு சேஞ்ச்க்கு வந்து நம்ம ஹாரர் மூவிக்குள்ள போக போறோம். நிறைய ரெக்வெஸ்ட் வந்திருக்கு. கண்டிப்பா உங்களுக்கு இது பிடிக்கும்னு நினைக்கிறேன். மூவிக்குள்ள போயிடலாம். ஓகே. ஹாஸ்பிட்டல்ஸ் மாதிரி சவுண்ட் இது. Hello doctor. Please come to special ICU. One patient is conscious. ടെൻഷൻ ആവണ്ട. എന്തുവാ അതിന്റെ പേര്? ജിബിൻ മാധവൻ. നാട്ടിലെവിടെ വീട്? എറണാകുളം. ഇതേതാ സ്ഥലം എന്ന് ഓർമ്മയുണ്ടോ? ബാംഗ്ലൂരിലെ. ഏത് വർഷം? 2007. നിനക്ക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. ഒരാഴ്ചയായിട്ട് ബോധമില്ലായിരുന്നു. ഇന്നാണ് ബോധം തെളിഞ്ഞത്. പിന്നെ നിനക്ക് ഒരു കൈയകലം ഡിസ്റ്റൻസിലെ വിഷൻ ഉണ്ടാവും. കുറച്ച് ബ്ലർ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ശരിയാവും. எப்படி இதெல்லாம் சொல்றாங்க? എന്താ പേര്? നയന. അതിന്റെ ഇൻഫെക്ഷൻ അപ്പനാ. ഞാൻ പോട്ടെട്ടാ, നാളെ കാണാം. മറ്റേ കുട്ടിയോ? നേരത്തെ വന്നു. ഇംഗ്ലീഷ് ഓർ കന്നഡ? നെയിം? കീർത്തി. ഡോക്ടർ. താൻ ഇനീറ്റോ? എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ സോറി, ഇത് സ്പെഷ്യൽ ICU അല്ലേ. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നമുക്ക് റൂമിലേക്ക് മാറ്റിയിട്ട് കണ്ടാൽ പോരെ? പ്ലീസ് ഡോക്ടർ, എന്നെ എപ്പം മാറ്റും റൂമിലോട്ട്? നിനക്ക് ആ ഫോട്ടോ കാണോ? എനിക്കത് ക്ലിയർ ആവുന്നില്ല ഡോക്ടർ. അത് ക്ലിയർ ആവട്ടെ, എന്നിട്ട് തന്നെ മാറ്റാം. അതുവരെ ಇದು ರೀಡಿಂಗ್ ಸ್ವಲ್ಪ ಚೆಕ್ ಮಾಡಿ. ഓക്കെ ബൈ. എന്നിട്ട് ഇപ്പോൾ ഉഷാറല്ലേ? പുറത്ത് അമ്മേനെ ഫ്രണ്ട്സിനെല്ലാം കണ്ടിന്. ഡോക്ടർ എന്ന് പറഞ്ഞേ? ആ ഫോട്ടോയിൽ എന്താ ക്ലാരിറ്റി കുറവുണ്ടല്ലേ? അത് സക്കീർ ഹുസൈൻ തബല വായിക്കുന്ന പടം എന്തേ? புரியுதா? டாக்டர் சொல்லிட்டு தப்பில்ல போறது. അടക്കടക്കട്ടാ. ഡോക്ടർ. എണീറ്റോ? എനിക്കിപ്പോൾ ആ ഫോട്ടോ കാണാം. എന്താ ആ ഫോട്ടോയിലുള്ളത്? സക്കീർ ഹുസൈൻ തബല വായിക്കുന്നല്ലേ. ഇനി എന്നെ റൂമിലോട്ട് മാറ്റാലോ? അങ്ങനെ സാധ്യതയില്ലല്ലോ. അയ്യോ ഡോക്ടർ, അത് ഞാൻ പറഞ്ഞു. അയ്യോ. നിനക്കേ അതിനകത്ത് എന്താ സാധനം എന്ന് കണ്ടാൽ അറിയുമ്പോൾ നിന്നെ റൂമിലേക്ക് മാറ്റാം. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞേക്കണം, ആ ഫോട്ടോയിൽ എന്താന്ന് ഇവനോട് പറഞ്ഞു പോയേക്കരുത്. മനസ്സിലായോ? മുറിക്கிறாங்க. നയനെ. എടോ, മൈക്കിൾ ജാക്സൺ നയനെ. യെസ്, വാട്ട് യു വാണ്ട്? ഒന്നുമില്ല. ടെർമിനേറ്ററിലെ അർണോൾഡല്ലേ? നയനെ. നാനേ. എനിക്ക് പിന്നെ ഇവിടെ വേറെ ആരാ സംസാരിക്കാനുള്ള? എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെ. ഹലോ. ആ പുറത്തുള്ളവരാണ് നിങ്ങളിവിടെ താമസം? അതെ. ബാംഗ്ലൂർ എവിടെയാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ. അല്ലാണ്ട് എവിടെ? അപ്പൊ ഇപ്പൊ ഒന്നും പറയാനില്ലേ? പറയാൻ പോയെന്ന്? ബാംഗ്ലൂരിന്റെ ഒരു അറ്റത്ത് ഞങ്ങൾ 7 പേര്. இல்ல, எந்த ஏரியா அது? பெங்களூர்ல எப்படி சொல்றாங்க? അജയ് തോമസ്. ഇന്റർവ്യൂ പാസ്സായിട്ട് ജോലി കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സോമൻ ഞങ്ങൾക്കിടയിലെ ബിസിനസ് മാഗ്നറ്റ്. കരിക്കുട്ടൻ പാർട്ട് ടൈമായി പമ്പിൽ ജോലി ചെയ്യുന്നു. റിവിൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഗേൾ ഫ്രണ്ടും ജോലിയും വൃത്തിയും ഭക്തിയുമുള്ള ഒരേ ഒരാൾ. ഷിജപ്പൻ ഒരു ഡാൻസർ ആകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പാവം. இவரையும் நம்ம வேற எதுலயும் பார்த்துருக்கோம்ப்பா. அவர் ஆவேசம்லயும் பொன்மான்லயும் இருந்தாரு.
ஓ ரோமன் சன்னன் ஜூஸ் ஃபார்ம்ஸ். மியூசிக் செம்மையா போட்டிருக்காருல. சுஷேன் இது அந்த பார்ட்டியோட லைட்டு தானே. எவ்வளவு ஹை வைபா காமிச்சிட்டு ஐயோ. பேச்சுலர் ரூம்ஸ் இல்ல அப்படிதான் இருக்கும். அதுக்கு இப்படியா லைட் என்ன ஆஃப் பண்ணலாம். அதான் தெளிஞ்சிருக்கு. என்ன அதை தூக்கிட்டு வந்து வச்சிருக்கேன் உட்காந்து. அவரு அந்த ஒருத்தர் பிசினஸ் மேக்னெட்னாங்களா அவரு. அதான் அந்த பிசினஸ். இந்த சிகரெட்டை പാവം ഫുൾ അടിക്കി വെച്ചിരുന്നിരുന്നു. ഓ ഇതറാ നിന്നെ നീരു വിട്ടം വിളിക്കുന്നുണ്ട്. വേമ്പാ എന്തോ പറയണ്ടല്ലോ. എല്ലാ കട്ടിനും 6 ജനലുக்கு போட்டுருக்காங்கப்பா. അതെ ഇനി പഴയ പരിപാടി നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ജോലി അവൻ ചെയ്യും ഇവൻ ചെയ്യും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഡിവൈഡ് ഇവിടെ അതിന് മാത്രം പണിയൊന്നുമില്ലല്ലോ. അത് ചെയ്യാത്തവർക്ക് അതറിയാൻ വഴിയില്ല. ഡ്യൂട്ടി ഞാൻ പറയാം. എന്തെങ്കിലും ഞാൻ കഴിച്ച് ജീവിക്കണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാം. കൂടെ അരിക്കൂടെ ഉണ്ടാവും. ഓക്കെ ക്ലീൻ ചെയ്തു. നിങ്ങളുടെ ഒരു ക്ലീനിങ് ഞങ്ങൾക്ക് വേറെ നല്ല പണിയാണ്. ഇവനെ ഇനി തൊട്ട് നീ കടയിൽ പോയാൽ മതി. വേറെ ആരും ഇല്ലെങ്കിൽ അവർക്കൊരു ഡ്യൂട്ടിയാണ്. ഞാൻ വിട്ടോട്ടെ പള്ളിയാണ്. നിൽക്കുന്നത് നീയും സോമനും പാത്രം കഴിക്കും. പാത്രം ആ ഞാനോ? കഴിക്കും. ഓക്കെ എന്താ നോക്കേ ഞാൻ കടയിൽ പോക്കോളാം. കടയിൽ പോയിട്ട് ബാക്കി പൈസ ഹാൻസ് ഉണ്ടാക്കാനല്ലേ. ഞാൻ നിർത്തിയടാ ആൻസർ നിർത്തിയടാ. പിന്നെ വേറൊരു കാര്യം, നീ ഒരു മാസത്തേക്ക് കുടിക്കാൻ നിൽക്കണ്ട. നിരൂപേ നീ എന്റെ തന്തയൊന്നും അല്ലല്ലോ. മുകേഷ് ഹാൻഡ്സ് വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുച്ചാൻ പറ്റത്തില്ല, ഷഡ് ഇടാവോ, അത് അതിന്റെ ബാനാണ്. നീ ഓവറായ കൊണ്ടാണ് ഞാൻ പറയണത്. കഴിഞ്ഞാൽ നിനക്കൊരു വാണിംഗ് ഞാൻ തന്നാണ്. നീ അത് തെറ്റിച്ച നിന്നെ പൊത്തപ്പിക്കും ഞാൻ. പിന്നെ നമ്മുടെ പലചരക്കടയിൽ അനൂപിന്റെ കല്യാണമാണ്. നമ്മളെ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ആദ്യം അവനെഴുതിയ കള്ളക്കണക്കിനെല്ലാം പൈസ കൊണ്ടുവരണം. എന്നിട്ട് നീ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്റെ ഒന്നും പൈസ ഇല്ല, നീ വേണം കൊണ്ടുവരും. അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാൻ എന്തിനാ പൈസ? ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ സാധനങ്ങളായി വീട്ടിലുള്ളത്? എന്ത് സാധനം? നാട്ടില് ഇങ്ങനെ ഒരു പാത്രത്തിൽ തുപ്പിലോട്ടോ. അരിക്കുട്ടൻ ഹെൽപ്പിംഗ്. ഇരുട്ടാ ഹാൻഡ്സ് വെച്ചിന് പിന്നെ ആടെ யாருப்பா இவர்கள்? ഉടലുണ്ട് ഉള്ളുണ്ട് കണ്ടിട്ട് നിനക്കൊന്ന് പൊട്ടിട്ടുള്ളൂ പട്ടം പറ്റിക്കാതിരുത്. അത് വാഷ് ചെയ്തേക്കണോട്ടാ. ஏழு பேரும் 7 விதமா காமிச்சிருக்காங்கன்னு நினைக்கிறேன். பெர்ஃபெக்ட்ல ஆரம்பிச்சு கடைசி கிரேட் வரைக்கும் വന്നില്ലേ? അവന്മാർ ഒരു മാസം മുന്നേ UR സെലക്ടഡ് എന്ന് പറഞ്ഞ് വിട്ടാളാ. നമ്മൾ നന്നായിട്ടാ പെർഫോം ചെയ്തേക്കുന്നത്. കിട്ടും. അവളുടെ ഒരു നാണം. இது அந்த குரூப்ல ஒரு ஆள் தானா? ஆமா, இவன் அந்த குரூப்ல ஒரு ஆள் தான். ஓ சூர்யா, கஜினி சூர்யா அவரு. ஐயோ குரங்க சேட்டை எல்லாம் இருக்கு. ഒരു തലേ കൂടെ വെച്ചോണ്ട് പോടാ. എന്തൊരു അനുസരണ. கிஃப்டா? ஆனா எப்படிப்பா அதை தூக்கிட்டு போய் கொடுப்பானுங்க? பயங்கர வெயிட்டாலாம் இருக்கும். இப்ப இதை வாங்கிட்டு போய் கொடுத்து சொல்லிட்டு ஒரு பாத்ரூம் கட்டியிருப்பாரா என்ன? அதானே கிஃப்ட் பெருசா இருக்கு நினைச்சு ஜாலியா பிரிச்சு பார்க்க போறாங்க. அங்கேயா போயிருப்பாங்க? சில பேர் போயிருப்பாங்கல்ல அங்கே. இங்க தெரியல ஷோபினா സ്റ്റൈലേ ഒരു രകമാ இருக்கே. എടാ വേറെ എന്തോരം കളിയുണ്ടോ താഴെ പോയി കളിക്കാൻ. എടാ ഇരുന്ന് കളിക്കാടാ, ക്യാരം ബോർഡ് കളിക്കാടാ. എടാ വാടാ, എടാ ടെറസിൽ കളിച്ച് കാലോടി കളിക്കാൻ അറിഞ്ഞോളാത്തോണ്ടല്ല. എടാ പുറത്തോട്ട് വാടാ, പറമ്പിലോട്ട് വാടാ. അയ്യേ കളിയിരുന്ന്. ഹലോ ഹലോ ഫോണ്
ഇതിനെ ജിബി വാടാ അവൻ മന്നൊരു കട എനിക്ക് വേറെ പണിയുണ്ട് പോയാൽ അവിടെ നിന്ന് വിശന്നിട്ട് നിങ്ങൾ കളിക്ക് ഭയങ്കര കളിയല്ലേ. പിന്നെ വലിയ പണി മത്തിയുടെ പോയി ഇരിക്കാനല്ലേ. മതിയാ ആര് ഹലോ എന്താ കറണ്ട് ഇല്ല പുറത്തൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ ഇതെന്താ പരിപാടി? ഈ ഓജോ ബോർഡിൽ ഓഹോ എന്നപ്പാ பண்ணிட்டு இருக்கீங்க? ഡിജെയുടെ സെറ്റപ്പാ. എന്റെ വീട്ടിലൊക്കെ എല്ലാരും ഇങ്ങനെ കളിക്കാറുണ്ടെന്ന്. ആ ഗ്ലാസ് കണ്ട, ആ ഗ്ലാസ് അനങ്ങിയ ആത്മാവ് വന്നെന്നർത്ഥം. വരൂ ഇപ്പം ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കും, വരും. அவரு மூசா தானேப்பா வாழல மூசா ரோல் வருவாரு. എന്തെങ്കിലും കേട്ടാലേ ആത്മാവ് പിന്നെ വരത്തില്ല. இல்ல இல்ல அவர் இல்ல பாக்க. അങ്ങനെ നീ പുഴുക്കുണ്ടാക്കുന്നു தோ കഴിക്കും. அந்த ஒயிட் அண்ட் பிளாக் இன்னும் க்ளோஸ் அப்ல பாக்குறது பார்த்து சொல்றேன். நினைக்கிறேன் அவர் எல்லாம் நினைக்கிறேன். கர்மம் போட்டுட்டே இருக்காரு இத. തരുവേട്ടാ ഇന്നെന്ത് കറി? 4 വെണ്ടയ്ക്കയും 3 കോവയ്ക്കും വെച്ചുണ്ടാക്കാൻ പറ്റി എന്തുണ്ടാക്കും? അടച്ചു വെക്കണത് എലി വരുന്നു. അച്ചാറ് കമ്പനി, ഫ്ലെക്സ് കച്ചവടം, ക്ലോസറ്റ് കച്ചവടം എല്ലാം പൊളിഞ്ഞ് പണ്ടാറായി. നിനക്ക് ഇതിനൊരു മടിപ്പില്ലേ? ഞാൻ ഇതിനൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഈ പഠിച്ച വിഷയമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്നാലോചിക്കും. അതിന് നീ എന്തോ പഠിച്ചത്? പ്ലസ് ടു ബയോളജി. இவனுமே அந்த அப்துல்னு ஒரு ஆள் இருந்தாரு. அவர் மாதிரி അതെന്തോ വെള്ളിമൂങ്ങ, നക്ഷത്രാമ, ഇരുതല. அவர் இல்லையா? ഇതിലേക്ക് എന്തിനാ? അറിയത്തില്ല, ആ പറഞ്ഞുതരാം. அதையே விட்டு போட்டு தான் வச்சிருக்காங்களா? பஞ்சர் ஆக்கிட்டாரு. இவ்வளவு வெறித்தனமா பஞ்சராக்கி ഇതിനെ വേറെ ആൾക്കാർ പിടിക്കും. നമ്മൾ പറയുന്നത് വെച്ച് മറിച്ചു കൊടുക്കണം. നീ എന്തിനാ നിനക്ക് അവർക്ക് തന്നെ കച്ചവടം നടത്തിയാ പോരെ? എന്താടേ ചുണ്ട് അടിക്കോ? ചുണ്ട് കൊണ്ടൊന്ന് മാറി നീ അത് വിട്. ഡിവിഷൻ കിട്ടി. ശിവജി ചോദിക്കേണ്ടി വരും. ഇവിടെ അത്രയ്ക്ക് ശരി. രാത്രി ഒന്ന് അടുക്കളയിലോട്ട് ഇറങ്ങി നോക്ക്. ഇതെന്നത് ചുമയുടെ മരുന്നിന് എന്ത് വിലയടാ? ഒരു മാസം വട്ടത്തിക്കണെങ്ങനെയാണ്? കൂടുതൽ പെരുവിടെ ഉണ്ടോന്ന് തോന്നുന്നു. നീ അനുസരിച്ചല്ല அவனை கொலை குற்றவாளி மாதிரி பண்ணிட்டு മുകേഷേ എന്താണ് ഹാൻസ് ഔട്ടറാ. ഹാൻസോ കക്കൂസ് കെട്ടി ഞാൻ വെള്ളം ഒഴിച്ചില്ല. നീ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ മുകേഷേ. ഓന്റെ ബാഗിൽ നോക്കിയാൽ കിട്ടും. ബാഗിൽ എങ്ങാനും തൊട്ടാ കൈ ഞാൻ വെട്ടും. വെട്ടോ നീ വെട്ടറാ. ബാഗ് சாக்கடையில் தூக்கி போட போதான் நினைக்கிறேன். ஐயோ பாத்துட்டானுங்க. എന്തോ കളഞ്ഞേ? എന്താ சமாளிச்சாரு. ശരി പോയിട്ടില്ല. வீடு ஃபுல்லா இதோ பூசி வச்சிருக்காங்கப்பா. എന്തോ റൈഡ് இவ்வளவு பேர் போட்டலாமா? இல்ல வேற ஏதோ நினைக்கிறேன், சும்மா ஸ்கூப் பண்றாங்க. நக்கல். அது என்னது? ഒരു മാസം சாக்லேட் மாதிரி ஏதாவது. സത്യം പറ, ഹാൻഡ്സ് ഓടിച്ച് എന്റെ ബാഗിലില്ലെന്നല്ലേ പറഞ്ഞോളൂ. എന്റെ ബാഗില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്റെ ബാഗ് വെച്ചു എടാ ഞാൻ പറയട്ടെ, നിന്റെ ബാഗിൽ കഞ്ചാവ് വെച്ചിരുന്ന കാര്യം ഞാനും പറഞ്ഞോളൂ. ஐயோ അത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി മണിപ്പിക്കാൻ വേണ്ടിയില്ലടാ. ആ രസത്തിന് ഞാനും മണപ്പിക്കാൻ പറ്റും. കുറച്ച് ഞാൻ മാറ്റുന്നേ. മാറ്റം അല്ലേ? ഇതെന്താ? നിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നമ്മൾ വോളിബോൾ നിർത്തി വേറൊരു കളിയിൽ അമ്മായി ഇതെന്താ കളിയാ? ഏറുവന്ത്. ഏറുകൊണ്ടാ? ആ. എടാ ഏറുകൊണ്ട് വെച്ചിട്ട് മേല് നോടാ. கண்டுபிடிச்சிட்டாங்களா? இது விளையாடி இருக்கியா? நாங்க விளையாடி இருக்கேன். இது 7th ஸ்டாண்டர்ட்ல வந்திருக்கோம். 7th ஸ்டாண்டர்ட்ல இது கேம் ஞாபகம் இல்ல. பேப்பர் எல்லாம் உருட்டி இந்த மாதிரி நல்ல நூல்லாம் கட்டிட்டு உள்ள கல்லெல்லாம் வச்சு யார் கையில கிடைக்குதோ யார் வேணா அடிச்சுக்கலாம். தூக்கிட்டு ஓடிட்டாரு. ஜாலியா இருக்காங்களே. என்ன புது பாலா? அது ஏதோ அதையும் ഓട്ടിക്കിட்டு இருக்காங்கப்பா. ചുറ്റുന്നതിന് ഒരു പാങ്ങില്ലപ്പ. കുത്തിപ്പൊങ്ങി താഴത്തോട്ടും താഴെ പോയി നീ എടുക്കും. ഞാൻ എടുക്കാലോ, ചുറ്റിക്കോ. ഹായ് ജിബി. മോശമായി പോയിട്ടോ, ഭയങ്കര മോശമായി പോയി. ഇത് മുത്തി പൊട്ടിക്കണോട്ടാ. പോയി വന്ന് முதுகு ஃபுல்லா பஞ்சர். എവിടെ പോടാ? വണ്ടിയെ ഒരു റകമ എടുക്കാറ്. ഈ നാറി പൈപ്പ് അടക്കാണ്ട് പോയിട്ടേ റൂം അടച്ച് വെള്ളമായിരുന്നു. നീന്തി അതിനകത്ത് കയറിയത്. എന്റെ പൊന്നു ബാബു, ഇവരുതാൻപാ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു? എടാ നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. ஆமா இதே மாதிரி தான் இருக்காரு. தாடி தான் வச்சிருப்பாங்க எனக்கு புதுசத்துக்கு. மூசா gift
யாரா ചതമേക്ക് വിട്ട് കൊടുപ്പാங்களப்பா. 2 കിലോ ഏത്തപ്പഴം. ഇന്ന് കഴിക്കാനാണോ അതോ നാളെ കഴിക്കാനാണോ? ഞങ്ങൾ ഇഷ്ടം അല്ല, നല്ലപോലെ പഴുത്ത വേണോ അതോ നാളെ തന്നെ പഴുത്ത മതി എന്നറിയാൻ വേണ്ടി ചോദിച്ചാ. പഴുത്തിരുന്നോട്ടെ. ആയിക്കോട്ടെ, തരാം. ഇല്ല, ഇത്ര സാധനം. അത് നിരവ് വിളിച്ച് പറഞ്ഞായിരുന്നു. ആ. കൊണ്ടോക്കോ. ஏன் எங்க கிடக்குறான்? போதையா? ഇതായിരുന്നു കുടിച്ചിട്ട് വന്നിനെ. ഏയ് അതിനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അടിക്കാനുള്ള പൈസ ഒന്നും അവൻ്റെ ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? எனக்கு தெரிஞ்சு കഞ്ചാവ് എടുത്ത് പൊട്ടാന്ന് നിனைக்கிறான் അവൻ. എന്ത് ചീഞ്ഞ എത്തപ്പോഴും മേടിച്ചോണ്ട് വന്നേക്കണത്? നല്ല പഴുത്ത് വായിക്കണമെന്നുണ്ട്. പപ്പടം, സോഡ 10, ഫ്രൂട്ടി ഒന്ന്, പ്ലാസ്റ്റിക് കസേര ഒന്ന്, ഇതൊക്കെ ആര് മേടിച്ചാണ്? ഞാൻ മേടിച്ചത് എന്റെ പുറത്താണ് പോയി പൊട്ടിയത്. ഇവനാ? ഇവിടെ നിന്ന് കൊരക്കാട്ട് പോയിട്ട് മരുന്നെടുത്ത് കുടിക്കണം. நாளைக்கு எடுத்து குடிச்சாங்க. എന്താടാ? இது ஃபுல்லா குடிச்சிட்டு தான் அவன் போதையா இருக்கான். ബോധം വരട്ടെ, പുതപ്പിക്കാം. எந்திரிக்கிறதுக்கு வெயிட் பண்ணிட்டு இருக்கானுங்கப்பா. குடிச்சிட்டு கடைக்கு போயிட்டான் போல, அப்படிதான் நினைக்கிறேன். அப்புறம் விழுந்துட்டான் போல. யாராச்சும் போதைக்கு போய் அவ்வளவு குடிப்பாங்களா பாட்ட? காலிக்க வச்சு அடிச்சுட்டாங்க. ഗുഡ് മോർണിംഗ്. வேற கனவா இருக்குமோ ஒரு வேலை அப்படின்னு சொல்லிட்டு வச்சுட்டு இருக்காரு. PCR വരെ പറഞ്ഞു ഒരു 5CR കിട്ടിയാ കൊടുക്കാം. വെള്ളിമുങ്ങയുടെ കാര്യമോ കണ്ടുപിടിച്ചു. നീ തന്നെ അടിക്കാൻ. നിനക്കിട്ട് ഇങ്ങനെ പോയി കിട്ടും, അടുത്തന്നെ കിട്ടും. എന്താ കാണിക്കായിരുന്നു? ഇതാ റൈറ്റാണ് മോനെ, കാണിച്ചില്ല. ഈ കടം മേടിച്ച കാശിന് മുഴുവൻ പടക്കം മേടിച്ച് പൊട്ടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ജീവിതത്തിൽ സന്തോഷമല്ലേടാ വലുത്. അമ്മരൊന്നും ഞെട്ടും. ശരിയാ. ദീപാവലിയായിട്ട് ബിസിനസ് ഒന്നും നടന്നില്ല, അല്ലെങ്കിൽ ഇത് കൂടുതൽ മേടിക്കായിരുന്നു. ஆஹா இவனுங்க ஆரம்பிச்சுட்டானுங்க. இது விளையாடி இருக்கேன். நீ விளையாடி இருக்கியா? ஹாஸ்டல் விளையாடி இருக்கோம். வந்திருக்கா ஏதாச்சும்? சும்மா பக்கத்து ரூம்ல ஓரம் பண்ணிட்டு இருந்தானுங்க. நாங்க போய் வீராப்புக்கு പോയി ഉட்காந்துட்டு വന്നു. ഒന്നും വരില്ല. ഇതാണ് ഓജപ്പൂർ. ആദ്യം കോയിൻ വെക്കണം, എന്നിട്ട് അതിന്റെ മുകളിലോട്ട് കമന്ററി ഉണ്ടാക്കണ്ട, കാണാ, നീ ചെയ്യ്. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, ഫ്ലോ കളയരുത്. ഓക്കെ, മനസ്സിലായോ? ഓടിട്ട് മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് ഗ്ലാസ് വെക്കും. ഗ്ലാസ് വെച്ചാൽ ചൂണ്ടുകല്ല് വെക്കണം. ഓക്കെ. ஆனா இப்படி பண்ணி ஒருத்தவனுக்கு ரொம்ப ஹாஸ்டல்ல ஒரு மாதிரி ஆயிட்டான். அப்படியா? ஒரு மாசம். சும்மா பயத்திலையோ? அது தெரியல, பயத்துல வந்துச்சா இல்ல உண்மையிலுமே வந்துச்சான்னு தெரியல. ആത്മാവിവ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. പറഞ്ഞു പറയണം, പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ. ആത്മാവിവ இவன் யாருப்பா ஆத்மா அந்த மாதிரியே இருக்கான். ആത്മാവ് വന്ന ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റ് ആയിട്ട് ഓടും എന്ന് വെച്ചാ പ്രേതം വന്ന അർത്ഥം. நீங்க ஏன்டா சும்மா இருக்கிற பேயை கூப்பிட்டு வர போறீங்க? ആത്മാവ് 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 വന്നോ? ആത്മാവ് വന്ന ഈ ഗ്ലാസ് നനമോ? കഴിഞ്ഞെങ്കിൽ വെളിയിലോട്ടോ 4 പൂത്തിരിയും കത്തിച്ച് വാണാൻ വിട്ടിട്ട് മേലെ പേരാണ്ട് കളി കളിക്കുക. എടാ വാടാ, എനിക്ക് കൈയെടുക്കാൻ പറ്റില്ല. വരല് ആത്മാവ്, ആത്മാവിന്റെ വരല്. എടാ എനിക്കെന്നെ നിൽക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ആത്മാവിനെ? என்ன பண்ண போறாரு? அதை அவுஜோ படம் மாற்ற போறாருன்னு நினைக்கிறேன். எதுக்கு நமக்கு இந்த விபரீத விளையாட்டுலாம்? அட்டை டக்குன்னு மூவ் ஆக மாட்டேங்குதுல, அதனால போல இருக்கு. சும்மா விளையாட்டுக்கு பண்றாரா, உண்மையுமே போயிட்டு தான் பேயை கூப்பிட போறாரா? தெரியலையே, அவருக்கு ஒரு கியூரியாசிட்டி போல. எஸ் நோ ஏபிசிடி ஃபுல்லா இருக்கு 0 to 9 அவ்வளவுதானே? இப்பதான் நினைக்கிறேன். സോഡയുടെ മെറിനയുടെ ഒന്നും കാശ് തരാൻ പറ്റില്ല. ഞങ്ങൾ മേടിച്ച സാധനത്തിന്റെ കാശ് തരും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിരോധേ? നിരൂപ പൊട്ടിച്ച സാധനത്തിന് കാശ് തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ പറയാനാ? ഞാനാണ് പൊട്ടിച്ചേ. അല്ല, പൊട്ടിച്ചതിന്റെ അടുത്ത് ചോദിക്കും. 100 വാട്ടിനായിട്ട് ബൾബ് ഇടും. എന്റെ പൊന്ന് നിരോധേ. രൂപ ആ? ഇതിന് മുന്നേ സാധനങ്ങൾ മേടിച്ചല്ലേ, അതിന്റെ കറക്റ്റ് പൈസ തന്നല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത എഴുതിയിരിക്കുന്ന കാര്യമുണ്ട്.
നീ വീട് വലിയുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എക്സ്ക്യൂസ് മീ, കുറച്ച് പ്രസാദം തരും വീഡിയോയുടെ ചോമാറാനാ. ഇത് പ്രശ്നവും. അവൾക്ക് തന്നെ ഇഷ്ടമാടാ, കണ്ടില്ലേ പ്രസാദം തന്നിട്ട് പോയത്. വാ കളിക്കാം. ക്യാരം ബോർഡ് നശിപ്പിച്ചു. നീ നീ കഞ്ഞി കുടിച്ചിട്ടാണ് കളിക്കേണ്ടത്. കളി കഴിഞ്ഞിട്ട് കുടിച്ചാൽ പോലെ. കാറ്റ് കുത്തിടുന്നുണ്ട്. അത് അതിന്റെ മുകളിലുണ്ട്. എടാ വാ, എടാ നീ എവിടെ പോണു? കക്കൂസ് കക്കൂസ്. വെറുതെ വായി കൂടെ ഒഴിച്ച് കുണ്ടി കൂടെ കളയാം. എടാ കഴിഞ്ഞ പ്രാവശ്യം ഈ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നോണ്ടാ വരാഞ്ഞെ. എന്താടാ എടാ മാറ്റി ചിലപ്പോ ശരിക്കും വരൂടാ. എന്റെ പൊന്നു ജീവി വല്ല കഞ്ഞിയും കുടിച്ച് പോയി കിടന്ന് ഉറങ്ങാമോ? കുറച്ച് പോരെ വാ പോ, കുത്തിക്കളോ. കളിക്കുന്നെങ്കിൽ മേലോട്ട്. എടാ എടാ അരമണിക്കൂർ നോക്കാടാ. വാടാ വാ വാ കളിക്കാനും. ആ പ്രസാദം പിരിവാണോ? സോമന്റെ പെണ്ണ്. ആ എനിക്കറിയാൻ പാടില്ല. എന്ത് ഭാഷയുടെ ചൊറിയും. ആ പ്രേമം. പറഞ്ഞു കൊടുക്കടാ ഹിന്ദിയില്. सही है लोग। आपके बेटे को परेशान परेशान नहीं, आई लव यू बोलते हैं। ते मला माहिती नाही, यांना समजून ठेव. हाँ भैया, किसी काम नहीं है, कुछ नहीं है, पूरियों को परेशान करता है भैया। को काम नहीं है, मैं अकेला हूँ। அவங்களுக்கு புரியாதுன்னு சொல்லிட்டு அவங்கள பத்தி கேவலம் கேவலம் சொல்லிட்டு இருக்கானு. कोण आहे मी? क्या बे तू तू क्या घूर रहा है बे? हे लास्ट वॉर्निंग आहे. बोलला आणि काय बोलला तर मग समजला. ठीक है भैया, मैं संभाल लूंगा. अब जाइए. അതെ, ഹിന്ദി പറയാൻ അറിയാൻ പാടില്ല, എനിക്ക് കേട്ടാ മനസ്സിലാവും. അയാളെക്കാൾ കൂടുതൽ തെറി വിളിച്ച് ഞങ്ങളെ നീയല്ലേ. ഇല്ലടാ, പിന്നെ നീയൊക്കെ അയാളുടെ മോളോട് കാണിക്കാൻ തോന്നിയാസത്തിനെ ഞാൻ കൂട്ടിക്കാം. ഇല്ല, എന്ത് തോന്നിയാസം? ഇതോജോ ബോർഡല്ലേ? ஆஹா ஆஹா இவனுக்கு இன்ட்ரெஸ்ட் இருக்கோ? അറിയാമല്ലേ? കാണിച്ചുതരാം. ഞാനും വിളിക്കാൻ വന്നില്ല, നീ വിളിക്ക്. വാടാ വാ. എന്തോടാ ഇത്? എടാ കർത്താവിന് ഇറക്കാത്ത പരിപാടി ഞാൻ വീട്ടിൽ സമ്മതിക്കത്തില്ല. അത് ശരി. ஆஹா அப்பதான் விளையாட போறேன்னு நினைக்கிறேன். നിന്റെ മാത്രം വീടൊന്നും അല്ലല്ലോ, ഇവിടെ എല്ലാരും ഒരുപോലെ വാടക ഇടുന്നു. പിന്നെ നീ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കണം, നീ കൂടുതൽ ഇടണ്ട. എന്നാ പിന്നെ ഇയാളെ മുറി അങ്ങോട്ട് എടുക്കുക, എന്റെ വാടക കൂടുതൽ എടുക്കുക. എന്നാ പിന്നെ എന്റെ കൂടെ ഒന്നും കിടന്നു, അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇവന്റെ കൂടെ ആരും എടുക്കും? നീ എടുക്കൂടാ, ഞാൻ കിടക്കൂല. ഇവന്റെ കൂടെ കിടക്കാൻ പറ്റില്ല, ഫുൾ ടൈം സൊല്ലല്. അപ്പൊ അതാണ് പ്രശ്നം. നിനക്കൊന്നും സൊള്ള ആളില്ലാത്ത എന്റെ ചുരുക്കം. എടാ നാണം ഉണ്ടാവും. എന്തായാലും എന്റെ കൂടെ വീടല്ലേ എനിക്ക് ഇഷ്ടമുള്ളത്. ഓഹോ, അപ്പൊ ഞങ്ങളും കൂടെ വിടല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളിക്കാം. നിരൂപേ, ഇത് നടക്കത്തില്ല. அவருதான் வழக்கமா கன்சல்ட் பண்ணுவாரு. ഒരു പണി ചെയ്യാം. കളിക്കുമ്പോ ദൈവങ്ങളെടുത്ത് മാറ്റിയ പ്രേതം വരുന്നല്ലോ ആ. അല്ലേ? ആ. എല്ലായിടത്തും റിവിൻ റൂമിൽ വെച്ച് പൂട്ടിക്കും. അവനകത്തിരുന്ന് കളിച്ചു. சும்மா ஃபன்னா எதையோ கூப்பிட்டு விட போறானுங்க நினைக்கிறேன். എന്റെ ദൈവം കൂടി എല്ലാരും കുഴപ്പമൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട് ഇരിക്കണ കുറച്ചു നേരം. എടാ നോക്കണേ. பாத்துக்கடா. ஐயோ ஆஹா இப்பதான் ஃபுல் செட்டப் காமிக்கிறாங்க. ப்ராப்பரா கூப்பிட போறானுங்க பாப்பவனுங்க. அங்க மெழுகுத்தி வரேன். அதான் ലേറ്റ് ഓഫ് ചെയ്യണം. ഗ്ലാസ് വെച്ചാലും നിങ്ങൾ ഉറപ്പായിട്ടും വരും. ഗ്ലാസ് വെച്ചോടനെ 4 പേരും വരൽ വെക്കണം. ഓക്കെ വരല്ലോ. ഓക്കെ ആ പറഞ്ഞോ. ആത്മാവിവ ഉഷാറായിട്ട് പറയടാ. ആത്മാവിവ ആത്മാവിവ ആത്മാവിവ. எவ்வளவு நேரமா? ஆமா ஒரு 10 நிமிஷமா இது மாதிரி கூப்பிட சொல்லுவானுங்க. 10 நிமிஷம் വന്നു. சிவனே அது பாட்டுக்கு எங்கேயாவது இருந்திருக்கும். எங்களுக்கு ஒரு பேப்பரையும் ஒரு காயினையும் வச்சுட்டு அது நகரம் சொன்னானுங்க. இதே செட்டப் தான் ரெடி பண்ணி கொடுத்தானுங்க. உள்ள போய் உட்காந்துட்டு இருந்தோம். அவன் சும்மா ஸ்டூடியோ எடுத்து பண்றான்ப்பா. ஒரு அதனால தான் அந்த மூவ் பண்றவே செட் பண்ணி வச்சாரு அதுல. கரெக்டா? വന്ന് ആത്മാവിന്റെ പേരെന്താ? ബുക്കുമേലെ എടുത്തിട്ടോ. അല്ലെങ്കിൽ നമുക്ക് இது உண்மையிலுமே நகருதுன்னு நினைக்கிறேன். ஆமா யாராவது நகர்த்துறானுங்களான்னு பாக்குறாரு. இல்ல ஓகே, அப்ப இது வரைக்கும் பண்ணாதான் போகுது. എങ്ങനെയാണ് എവിടെ എന്താ പറഞ്ഞ? இவர் நகர்த்துறாருன்னு அவரும் அவர் நகர்த்துறாரு இவரும் இருக்காங்களோ. அனாமிகா അനാമിക. என்ன அதே மாதிரி அவனே சொல்றான். எல்லாரும் அப்படியே சொல்றாங்க. எஸ்
നീ എന്തോ ചോദിക്കും? ചോദ്യത്തിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്. எதுக்கு செத்து போனேன்? ഇപ്പൊ പറഞ്ഞോളൂ, നാളെ പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ആ അല്ലേ? അന്ന് പ്രാർത്ഥിച്ചു. ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ. ആത്മാവേ நோ சொல்ல போகுது. ആത്മാവേ പോ, ആത്മാവേ പോ. ആത്മാവ് പോയോ? ആത്മാവ് പോയോ? പോയി തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് ഈ സാധനമൊക്കെ കളിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇതെന്ത് പറഞ്ഞെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഇനി കളിക്കണ്ട, അങ്ക് പേടിയാണ്. നീ ആരാ വന്നത് കണ്ടോ? ആര്? അനാമിക. എനിക്ക് പേടി എന്നിട്ട് ഇവന്റെ റൂമിൽ പോയിരിക്കും. അവിടെ ഇതുണ്ടല്ലോ, ടൈമൊക്കെ ഉണ്ടല്ലോ. ഓക്കേ. അനാമിക. അതെ. അനാമികനൊന്ന്. എടാ അനാമിക. അവളെ 2 + 2 എത്ര? 4. 4. മഴവില്ലിന് എത്ര കളറുണ്ട്? മഴവില്ല്. മഴവില്ലിന് മഴവില്ല്. யாருப்பா அவனுங்க? അതാണ് കറക്റ്റ്. കരിക്കുട്ടന്റെ ശരിക്കും പേരെന്താ? അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരെന്ന് പറയാം. സുത്തത്. ഇതെന്താ ഇറങ്ങിക്കൊണ്ടിരിക്കണത്? അത് ചിലപ്പോ ആത്മാവിന് ആൻസർ പറയാൻ മൂടില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അങ്ങനെ ഉണ്ട്. ആ കണ്ട, അതാണ് ആദ്യത്തെ അക്ഷരമെങ്കിലും പ്ലീസ് പ്ലീസ്. எதையா ஒரு லெட்டர் சொல்லிட வேண்டியதா? ഗൗരി. പാൽക്കാരി ഗൗരിയോ? ആ, അവക്ക് എന്നെ ഒരു നോട്ടമുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ മെസ്സേജ് அட பாய், அவனுக்கே தெரியாது போலப்பா அது. അന്നെങ്കിൽ അങ്ക് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് എന്റെ നിർത്തിയത് എന്തൊക്കെയാണ്? മതി മതി, നമുക്ക് ഇന്ന് നിർത്താം കളി. നമുക്ക് സിഗരറ്റ് വെച്ചിട്ടൊന്നല്ല. വേണ്ട വേണ്ട വേണ്ട, നേരിക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വലിച്ചോളാം. അല്ലെങ്കിൽ കുഴപ്പമില്ല. പയ്യോലിച്ചോ കേട്ടോ. ഇരിക്കണം. അത് കുഴപ്പമില്ല. ஆஹா, உண்மையான சம்பவமே இப்பதான் இருக்கு. இவனு 2 பேர் தான் மூவ் பண்ணிட்டு இருக்காங்க இது வரைக்கும். അതൊന്നും ചോദിച്ചോളൂ. ഇരിക്കണം. നിനക്കെന്താ ചോദിക്കാനുള്ളത്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫസ്റ്റത്തെ ലെറ്റർ. அவனுங்க நினைச்சுக்கிட்டா நம்மள மாதிரி இன்னும் 2 பேர் ஆரம்பிச்சிட்டாருங்கன்னு. സിഗരറ്റ് വെച്ചിട്ട് ஆமா, ചോദിക്കുന്നു, ഗ്ലാസ് இப்பதான் க்ளோஸ் அப்ல காமிக்கிறாங்க இவரை. ഉത്തരം പറയും. ഓ എന്റെ പൊന്നളി, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീയൊക്കെ നുണയാന്ന് പറഞ്ഞേ. ഇവനുണ്ടായിരുന്നു, ചോദിച്ചു. ഇവിടെ ഒരുത്തുണ്ട്, തൊണ്ട കയറി വിളിച്ചിട്ട് ഗ്ലാസ് ഒന്ന് അനങ്ങിയത് പോലും എന്താ, കാറ്റടിച്ചിങ്ങനെ നനക്കാൻ നോക്കിയത് അതുപോലെ. മരക്കഴങ്ങ ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ള, ഞാനല്ലേ അവനും പഠിപ്പിച്ചു കൊടുത്തത്. ഇതെന്തോ ഉടായിപ്പ, ആത്മാവ് ഇതുപോലെ ഒന്നും ഇറങ്ങിയൊന്നുമില്ല എന്റെ പൊന്നളി. എടാ, ഇത് അസൂയാളിയാ, നീ വിട്. അവിടെ പിടിക്കണ തേങ്ങ കുത്തുന്നോട് കഴിക്കല്ലേ, എലിവിഷം വെച്ചേക്കണേ. അവിടെ കിടക്കുന്നല്ലേ, ഇതിനകത്ത് കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇവിടുത്തെ കാര്യം പറഞ്ഞു. നിനക്ക് എലിപ്പട്ടി വല്ല മേടിച്ചാ പറയാം. അതൊക്കെ വെച്ച് നോക്കിയതാണ്, വെറുതെ വന്ന് തിന്നോണ്ട് പോയത്. இப்ப எல்லா பக்கம் போட்டுட்டு இருக்காரு. നീ ഇവിടെ പോയതാ? വൈകിട്ട് പോലെട്ടാ, കളിയുണ്ട് ഇവിടെ. രാത്രിയല്ലേ? ആ രാത്രി കളിക്കാം. അടുത്ത് കഴിക്കലാണ്, എലിവിഷം വെച്ചേനാണ്. നീ എപ്പോഴും മനുഷ്യന്മാരെ കൊണ്ടു അവിടെ കിട്ടുന്നത്. ആരോട്? என்ன மச்சான் போட்டிருக்காங்க? தேங்காய் பத்தி எங்கன்னா 2 நிமிஷம் எடுத்து சாப்பிட்றாத, எலியஸ் இருக்குன்னு போட்டிருக்கு. ഹായ്, എന്റെ ഫ്രണ്ട് ആദി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും. അയ്യോ, അത് അനാമികയുടെ എന്തിനാ ഇരിക്കുന്നത്? ഞാൻ പറയാം, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. இவர் எங்க பிரதர், இதெல்லாம் என்ன கொஸ்டின்? இதுக்கு நானே பதில் சொல்லுவேனே. அப்ப நீயே கேளு. சரி, நான் ஒரு பூனை வளர்த்தேன். அதோட பேர் என்னன்னு கேட்டு சொல்றீங்களா? അതെ, ആത്മാവിന് മൂടിയില്ലെങ്കിൽ ചിലപ്പോ ആൻസർ പറയില്ല കേട്ടോ. അതിന് പകരം അങ്ങനെ വട്ടം ചുറ്റും. டேய், யாருக்குமே தெரியாதுடா. கரெக்டா? அது செத்து 4 வருஷம் ஆச்சுடா. 6. ஐயோ கரெக்டா? செத்து 4 வருஷம் இல்ல, 6 வருஷம் ஆகுதுடா. இங்கடா வந்து மாட்டி விட்டுருக்க. டேய், இருடா, பேசி நிறுத்திக்கலாம்டா. பேசி தீர்த்துக்கலாமா? இது பேய்கிட்டயா? நீங்களே பேசிக்கங்கடா. இருடா மச்சான், இருடா. அவன் பாக்குறான் எப்படி அதை பண்ணான்னு. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம பார்ட் 2ல சந்திப்போம். பை பை.